ഹലോ ഫ്രണ്ട്സ്, teachinglish.comലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠമായ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ്. ഈ കഥ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് നാം സ്നേഹപുരസ്സരം സ്മരിക്കുന്ന ബഷീർ മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യസമര സേനാനിയും എഴുത്തുകാരനുമായിരുന്നു. ലളിതമായ ഭാഷാശൈലിയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ലുപ്പൂപ്പാക്ക ഒരാനുണ്ടായിരുന്നു, ജന്മദിനം തുടങ്ങി ഒട്ടേറെ പ്രശസ്തമായ കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. കഥകളുടെ സുൽത്താനായ ബഷീർ ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹിയായിരുന്നു. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. അദ്ദേഹം തൻ്റെ കഥകളിൽ പ്രകൃതിക്കും അതേപോലെ അതിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സാർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ. മനുഷ്യരുടെ അബദ്ധങ്ങൾ, അവരുടെ വിഡ്ഢിത്തങ്ങൾ എന്നിവയെ തമാശയോടുകൂടിയും ആക്ഷേപഹാസ്യത്തോടെയും അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ചെയ്യുന്നത്. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി. അത്തരമൊരു കഥയാണ് ഈ കഥ. റീഡ് ആൻഡ് എൻജോയ്. വായിച്ച് ആസ്വദിക്കൂ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. പാമ്പും കണ്ണാടിയും. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതും പൂർണ്ണ വളർച്ചയെത്തിയ നല്ല വിഷമുള്ള ഒരു മൂർഖൻ പാമ്പ്. ഓൾ ഓഫ് us ഫെൽ സൈലൻറ്റ്. ഞങ്ങളെല്ലാം നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്സ്. ചോദ്യം ചോദിച്ചത് ഡോക്ടറാണ്, ഒരു ഹോമിയോപ്പതി ഡോക്ടർ. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. പാമ്പുകളെപ്പറ്റിയുള്ള വർത്തമാനത്തിനിടക്കാണ് ഈ വിഷയം കടന്നു വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഡോക്ടർ കഥ തുടർന്നപ്പോൾ ഞങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നു. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. കോയിൽ മീൻസ് ചുറ്റുക. എ ഫുൾ ബ്ലഡഡ് കോബ്ര, പൂർണ്ണ വളർച്ചയെത്തി. അതുകൊണ്ട് തന്നെ നല്ല വിഷമുള്ള എന്ന അർത്ഥം ഉണ്ടാവും. ബഷീർ തൻ്റെ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റൈലൻ കോബ്ര എന്നാണ്. ഹോമിയോപത്സ്, ഹോമിയോ ഡോക്ടർ, ഹോമിയോപ്പതി ഡോക്ടർ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. നല്ല ഉഷ്ണമുള്ളൊരു രാത്രി, ഏതാണ്ട് 10 മണിയായി കാണും. I had my meal at the restaurant and returned to my room. ഞാൻ ഹോട്ടലിൽ നിന്നും ഊണ് കഴിച്ചു റൂമിലേക്ക് മടങ്ങി. I heard a noise from above as I opened the room. മുറി തുറന്നപ്പോൾ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. The sound was a familiar one. എനിക്ക് പരിചയമുള്ള ശബ്ദമായിരുന്നു. ഈ ശബ്ദം ഞാൻ സാധാരണ കേൾക്കാറുള്ളതാണ്. One could say that rats and I shared the room. എലികളും ഞാനും ഒരുമിച്ചാണ് താമസമെന്ന് പറയാം. I took out my box of matches and lighted the kerosene lamp on the table. തീപ്പെട്ടി ഉരച്ച് മേശപ്പുറത്തിരുന്ന മണ്ണെണ്ണ വിളക്ക് ഞാൻ കത്തിച്ചു. The house was not electrified. It was a small rented room. ഇലക്ട്രിക് ലൈറ്റുള്ള വീടായിരുന്നില്ല, അതൊരു ചെറിയ വാടക മുറിയാണ്. I had just up medical practice and my earnings were meager. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, സമ്പാദ്യം കാര്യമായി ഒന്നുമില്ല. I had about 60 rupees in my suitcase. പെട്ടിക്കകത്ത് ഒരു 60 രൂപയുണ്ട്. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. കുറേ ഷർട്ടും മുണ്ടും പിന്നെ ഒരൊറ്റ കറുത്ത കോട്ട്, അതായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. Then
നെക്സ്റ്റ് വേർഡ് ഏർണിങ്സ്, സമ്പാദ്യം. മീഗർ, തുച്ഛമായ, വളരെ കുറച്ച് എന്നർത്ഥം. I took off my black coat, white shirt and not so white vest and hung them up. ഞാൻ കറുത്ത കോട്ടും വെളുത്ത ഷർട്ടും അത്രയേറെ വെളുത്തതല്ലാത്ത ബനിയനും ഊരി അയയിലിട്ടു. I opened the 2 windows in the room. ജനാലകൾ രണ്ടും തുറന്നു. It was an outer room with one wall facing the open yard. പുറം ചുവരിനോട് ചേർന്നിട്ടുള്ള ഒരു മുറിയായിരുന്നു അത്. It had a tiled roof with long supporting gables that rested on the beam over the wall. മട്ടച്ചുവരുകളോട് കൂടിയിട്ട് ഓടുമേഞ്ഞ ഒരു വീടായിരുന്നു അത്. There was no ceiling. അതിന് മച്ചുണ്ടായിരുന്നില്ല, സീലിംഗ് ഉണ്ടായിരുന്നില്ല. There was a regular traffic of rats to and from the beam. വീടിൻ്റെ ഉത്തരം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എലികളുടെ തുരുതുര യാത്രകൾ പതിവായിരുന്നു. I made my bed and pulled it close to the wall. ഞാൻ കിടക്ക തട്ടിക്കുടഞ്ഞു ചുവരിനോട് ചേർത്തിട്ടു. I lay down. I could not sleep. കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. I got up and went out to the veranda for a little air. എഴുന്നേറ്റ് അല്പം കാറ്റ് കൊള്ളാൻ വേണ്ടി ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. But the wind god seemed to have taken time off. പക്ഷേ വായു ഭഗവാൻ അവധിയിലായിരുന്നു. I went back into the room and sat down on the chair. ഞാൻ തിരിച്ച് മുറിയിൽ ചെന്ന് കസേരയിലിരുന്നു. I opened the box beneath the table and took out a book. മേശക്കടിയിലെ പെട്ടി തുറന്ന് അതിൽ നിന്നൊരു പുസ്തകമെടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്ന ഹോമിയോപ്പതി സയൻസ് പുസ്തകമാണ് എടുത്തത്. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. മേശപ്പുറത്ത് വിളക്കും വലിയൊരു കണ്ണാടിയും ചെറിയ ഒരു ചീപ്പുമുണ്ടായിരുന്നു. അതിനടുത്താണ് ഞാൻ പുസ്തകം തുറന്നു വെച്ചത്. One feels tempted to look into a mirror when it is near. അടുത്ത് കണ്ണാടി കണ്ടാൽ നമുക്കൊന്ന് നോക്കാൻ തോന്നൂലേ? I took a look. ഞാനും നോക്കി. In those days I was a great admirer of beauty and I believe in making myself look handsome. അന്ന് ഞാനൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. I was unmarried and was a doctor. കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ഡോക്ടറുമാണ്. I felt I had to make my presence felt. ആകെ കൂടി ഒരു ചന്തൊക്കെ വേണമല്ലോ. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. അതുകൊണ്ട് ഞാൻ ചീർപ്പെടുത്തു, മുടി ചീകി ശരിക്ക് നടുവിലുള്ള ലൈന് തെറ്റാതെ വകഞ്ഞു വെച്ച്. Again I heard that sound from above. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം, ഒരു കിരുകിര ശബ്ദം. വെസ്റ്റ്, ബനിയൻ, അടിവസ്ത്രമായിരിക്കുന്ന ബനിയൻ. ഗെയ്ബിൾ മീൻസ് മട്ടച്ചുവര്, ത്രികോണാകൃതിയിലുള്ള ചുവര്. ടെംപ്റ്റ് വശീകരിക്കുക, പ്രലോഭിപ്പിക്കുക. അഡ്മയറർ ആരാധകൻ. അഡ്മയറർ ഓഫ് ബ്യൂട്ടി സൗന്ദര്യാരാധകൻ അല്ലെങ്കിൽ സൗന്ദര്യം വീക്ഷിക്കുന്ന ആള്. I took a close look at my face in the mirror. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാൻ പോവാതെ എൻ്റെ മുഖം വീണ്ടും കണ്ണാടിയിൽ ശരിക്കൊന്ന് നോക്കി. I made an important decision. എന്നിട്ട് ആ സമയം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമങ്ങെടുത്തു. I would shave daily and grow a thin mustache to look more handsome. ഞാനെന്നും ഷേവ് ചെയ്യും, എന്നിട്ടൊരു ചെറിയ മീശ, ഒരു നേരിയ മീശ, ഒരു പൊടിമീശ വെക്കും. I was after all a bachelor and a doctor. കാരണം ഞാനൊരു ഡോക്ടറും അവിവാഹിതനുമാണല്ലോ.
I looked into the mirror and smiled. ഞാൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. It was an attractive smile. അത് വളരെ ഭംഗിയുള്ള ഒരു പുഞ്ചിരിയായിരുന്നു. I made another earth-shaking decision. ഞാനപ്പോൾ വേറൊരു ഉഗ്രൻ തീരുമാനമങ്ങെടുത്തു. I would always keep that attractive smile on my face. ഈ സുന്ദരമായ പുഞ്ചിരി ശാശ്വതമായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഫിറ്റ് ചെയ്യും. To look more handsome. അങ്ങനെയെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുമല്ലോ. I was after all a bachelor and a doctor too on top of it. കാരണം ഞാനൊരു അവിവാഹിതനാണ്, അതിലപ്പുറം ഞാനൊരു ഡോക്ടറാണ്. എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, ഭൂമി കുലുക്കുന്ന തീരുമാനം, ഉഗ്രൻ തീരുമാനം, കിടിലൻ തീരുമാനം. Again came that noise from above. അപ്പോൾ മുകളിൽ നിന്നും വീണ്ടും ആ ശബ്ദം കേട്ടു. I got up, lit a bidi and paced up and down the room. ഞാൻ എഴുന്നേറ്റ് ഒരു ബീഡി കത്തിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. Then another lovely thought struck me. അപ്പോൾ അതിമനോഹരമായ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചു. I would marry. ഞാൻ കല്യാണം കഴിക്കും. I would get married to a woman doctor who had plenty of money and a good medical practice. ധാരാളം പണവും നല്ല മെഡിക്കൽ പ്രാക്ടീസും വളരെയേറെ തടിയുമുള്ള ഒരു ലേഡി ഡോക്ടറെ ഞാൻ വിവാഹം കഴിക്കും. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അവരൊരു തടിച്ചിയായിരിക്കണം, തടിച്ച ശരീരപ്രകൃതമുള്ളവരായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ, കാരണമുണ്ടല്ലോ. If I made some silly mistake and needed to run away, she would not be able to run after me and catch me. ഞാൻ വല്ല തകരാറും കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ഓടുകയാണെങ്കിൽ ഭാര്യ എൻ്റെ ഒപ്പം വന്ന് എന്നെ പിടിക്കരുതല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. ഈ വിധ ചിന്തകളോടെ ഞാൻ വീണ്ടും കസേരയിൽ തന്നെ ചെന്നിരുന്നു. There were no more sounds from above. പിന്നെ മുകളിൽ നിന്നും ആ ശബ്ദം കേട്ടില്ല. Suddenly there came a dull thud as a rubber tube had fallen to the ground. ഒരു റബ്ബർ ട്യൂബ് നിലത്ത് വീണതുപോലെ ഒരു നേരിയൊരു ശബ്ദം കേട്ടു. Surely nothing to worry about. Hey, കാര്യമായിട്ടൊന്നുമില്ല. Even so, I thought I would turn around and take a look. എന്നാലും തിരിഞ്ഞ് എന്താണ് വീണത് എന്നൊരു നോട്ടം നോക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാൻ തിരിഞ്ഞതും ഒരു പാമ്പ് കസേരയുടെ ബാക്കിലൂടെ എൻ്റെ ചുമലിലേക്ക് കയറി. The snakes landing on me and my turning were simultaneous. ഞാൻ പുറത്തേക്ക് തിരിഞ്ഞതും പാമ്പ് കയറിയതും ഒരേ സമയത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. I didn't jump, I didn't tremble, I didn't cry out. ഞാൻ ചാടിയില്ല, വിറച്ചില്ല, നിലവിളിച്ചില്ല. There was no time to do any such a thing. കാരണം ഈ പറഞ്ഞതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കാര്യങ്ങൾ നടന്നുപോയി. The snake slithered along my shoulder and coiled around my left arm above the elbow. പാമ്പ് എൻ്റെ തോൾ വഴി കയറി ഇടത്തെ കൈയുടെ മുട്ടിന് മുകളിൽ ചുറ്റി. The hood was spread out and its head was hardly 3 or 4 inches from my face. അത് പത്തി വിരിച്ച് ഇരുന്നു. എൻ്റെ മുഖത്ത് നിന്ന് ഒരു 3-4 ഇഞ്ച് ദൂരെയാണ് പാമ്പിൻ്റെ മുഖം. റിഗിൾഡ്, വളഞ്ഞു പുളഞ്ഞ് കയറുക അല്ലെങ്കിൽ ഇഴഞ്ഞു കയറുക. സൈമിൾട്ടാനിയസ്, ഒരേ സമയം അല്ലെങ്കിൽ ഒരുമിച്ച്. സ്ലിതേർഡ്, ഇടറി നടക്കുക, ഇടറി നീങ്ങുക, തെന്നി ഇറങ്ങുക എന്നൊക്കെ അർത്ഥം. It would not be correct to say merely that
I sat there holding my breath. ഞാൻ ശ്വാസം കഴിക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. I was turned to a stone. കാരണം ഞാനൊരു കരിങ്കൽ പ്രതിമയായി മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് ആക്റ്റീവ്. എന്നാൽ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു, ജീവനുള്ള ഒന്നായിട്ട് തന്നെ ഇരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. വീടിലെ റൂമിൻ്റെ ഡോറ് പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. പുറത്ത് കട്ട ഇരുട്ടാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. അകത്തും ഇരുട്ട് തന്നെ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കരിങ്കൽ പ്രതിമ പോലെ അങ്ങിരുന്നു. I felt then the great presence of Creator of this world and this universe. സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. God was there. ദൈവം അവിടെ ഉണ്ടായിരുന്നു. Suppose I said something and he did not like it. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലെങ്കിലോ? I tried in my imagination to write in bright letters outside my little heart the words, "Oh God." ഞാൻ എൻ്റെ ചെറിയ ഹൃദയത്തിൻ്റെ പുറത്ത് ദൈവമേ എന്ന് തിളങ്ങുന്ന അക്ഷരങ്ങളാൽ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവമേ. There was some pain in my left arm. ഇടത്തെ കയ്യിൽ കടുത്ത വേദന. It was as if a thick rod, no, a rod made of molten fire was slowly but powerfully crushing my arm. നല്ല വണ്ണമുള്ള ഒരു ഈയക്കമ്പി, അതല്ല, ഒരു തീക്കട്ടയാൽ നിർമ്മിച്ച ഒരു കമ്പി എൻ്റെ കൈത്തണ്ടയിൽ ബലമായി പതുക്കെ മുറുകുന്നതുപോലെ. The arm was beginning to be drained of all strength. കൈ ആകെ കാഴ്ച തുടങ്ങുകയാണ്. കൈയുടെ ശക്തി നഷ്ടപ്പെടുകയാണ്. What could I do? ഞാൻ എന്ത് ചെയ്യും? At my slightest movement the snake would strike me. ഞാനൊരു ചെറിയ അനങ്ങിയാൽ പാമ്പെന്നെ കൊത്തും. Death lurked 4 inches away. 4 ഇഞ്ച് ദൂരത്ത് മരണം പതിയിരിക്കുന്നു. Suppose it struck, what was the medicine I had to take? പാമ്പെങ്ങാനും കൊത്തുകയാണെങ്കിൽ എന്ത് മരുന്നാണ് ഞാൻ കഴിക്കേണ്ടത്? There were no medicines in the room. റൂമിനകത്ത് മരുന്നുകളൊന്നുമില്ല. I was a poor, foolish and stupid doctor. പാപവും ബുദ്ധിഹീനനും മണ്ടനുമായ ഒരു ഡോക്ടറായിരുന്നു ഞാൻ. I forgot my danger and smiled feebly at myself. എല്ലാം മറന്ന് ഞാൻ ദയനീയമായിട്ടൊന്ന് മന്ദഹസിച്ചു, പുഞ്ചിരിച്ചു. It seemed as if God appreciated that. അത് ദൈവത്തിന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. The snake turned its head. പാമ്പ് തിരിഞ്ഞു. It looked into the mirror and saw its reflection. കണ്ണാടിയിൽ അത് തൻ്റെ നിഴൽ കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. കണ്ണാടി നോക്കുന്ന ആദ്യത്തെ പാമ്പാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. But it was certain that the snake was looking into the mirror. പക്ഷേ അത് ആ പാമ്പ് കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. Was it admiring its own beauty? അതതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? Was it trying to make an important decision about growing a mustache or eyeshadow and mascara or wearing a vermilion spot on its forehead? ഒരു നേരിയ മീശ വെക്കാനോ വാലിട്ട് കണ്ണെഴുതാനോ പൊട്ട് തൊടാനോ ഉള്ള ഏതെങ്കിലും ഉഗ്രൻ തീരുമാനങ്ങൾ എടുക്കുകയാണോ അത്? I did not know anything for certain. എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. What sex was the snake? Was it male or female? പാമ്പ് ആണോ പെണ്ണോ, പുരുഷനോ സ്ത്രീയോ? I will never know. ഞാനതൊരിക്കലും അറിയില്ല. എന്തായാലും
പാമ്പ് അതിൻ്റെ ചുറ്റ് അഴിച്ച് പതുക്കെ എൻ്റെ മടിയിലേക്കിറങ്ങി. ഫ്രം ദർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ. അതിനുശേഷം അത് മേശപ്പുറത്ത് കയറി കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. നന്നായിട്ട് ശരിക്കും അടുത്ത് നിന്ന് കണ്ട് ആസ്വദിക്കാനായിരിക്കാം അത് കണ്ണാടിയുടെ അടുത്തേക്ക് പോയത്. ഇറ്റ് വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. അപ്പോൾ ഞാൻ കരിങ്കൽ പ്രതിമയല്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് ഞാൻ ചോരയും മാംസവുമുള്ള ഒരു മനുഷ്യനായി. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദി ചെയർ. ശ്വാസം അടക്കി പിടിച്ച് ഞാൻ പതുക്കെ എഴുന്നേറ്റു. ഐ ക്വയറ്റ്ലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. പതുക്കെ വാതിൽ വഴി വരാന്തയിലേക്ക് ഇറങ്ങി. ഫ്രം ദർ ഐ ലെപ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. മുറ്റത്തേക്ക് എടുത്ത് ചാടിയിട്ട് ഓടി രക്ഷപ്പെട്ടു. ഹ്യൂ! ഈച്ച് ഓഫ് us heaved a sigh of relief. ഹാവൂ! രക്ഷപ്പെട്ടു. ഞങ്ങളെല്ലാവരും ആശ്വസിച്ചു. ഓൾ ഓഫ് us lit ബീഡീസ്. ഞങ്ങളെല്ലാവരും ബീഡി കത്തിച്ചു. Somebody asked, "Doctor, is your wife very fat?" ഒരാൾ ചോദിച്ചു, അപ്പോൾ ഡോക്ടറുടെ ഭാര്യ തടിച്ചിയല്ലേ? No, the doctor said. God willed otherwise. ഇല്ല, ദൈവനിശ്ചയം മറിച്ചായിരുന്നു. My life companion is a thin, greedy person with the gift of a sprinter. ഭയങ്കര ഓട്ടക്കാരിയായ ഒരു മെലിഞ്ഞ സ്ത്രീയാണ് എൻ്റെ ഭാര്യ. Someone else asked, "Doctor, when you ran, did the snake follow you?" വേറൊരാൾ ചോദിച്ചു, ഡോക്ടർ ഓടിയപ്പോൾ പാമ്പ് പുറകെ വന്നോ? The doctor replied, ഡോക്ടർ പറഞ്ഞു, I ran and ran till I reached a friend's house. ഓടി ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു. Immediately I smeared oil all over myself and took bath. ചെന്ന ഉടനെ ഞാൻ ശരീരത്തിൽ എണ്ണ പുരട്ടി കുളിച്ചു. I changed into fresh clothes. ഞാൻ വസ്ത്രം മാറി. The next morning at about 8:30 I took my friend and 1 or 2 others to my room to move my things from there. പിറ്റേ ദിവസം ഒരു 8:30 മണിയായപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സുഹൃത്തിനോടൊപ്പം മറ്റു 2 പേരെയും കൂട്ടി ഞാൻ റൂമിൽ ചെന്നു. But we found we had little to carry. പക്ഷേ കൊണ്ടുപോകാൻ മുറിയിൽ അധിക വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. Some thief had removed most of my things. ഏതോ കള്ളൻ എല്ലാം നേരത്തെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. The room had been cleaned out. മുറി ക്ലീൻ, but not really. അല്ല, the thief had left behind one thing as a final insult. ആ കള്ളൻ എനിക്കൊരു അപമാനം ബാക്കി വെച്ചിട്ടാണ് പോയത്. What was that? I asked. എന്ത് അപമാനം? ഞാൻ ചോദിച്ചു. The doctor said, my vest, the dirty one. The fellow had such a sense of cleanliness. എൻ്റെ ബനിയൻ, അത് ശകലം മുഷിഞ്ഞതായിരുന്നു. അവൻ്റെ ഒരു വൃത്തി. The rascal could have taken it and used it after washing it with soap and water. ആ റാസ്കലിന് അത് എടുത്തുകൊണ്ടുപോയി സോപ്പിട്ട് കഴുകി ഉപയോഗിക്കാമായിരുന്നു. Did you see the snake the next day, doctor? ആ പാമ്പിനെ ഡോക്ടർ അടുത്ത ദിവസം കണ്ടോ? The doctor laughed. ഡോക്ടർ ഒന്ന് ചിരിച്ചു. I never seen it since. ഏയ്, ഞാൻ പിന്നെ അതിനെ കണ്ടിട്ടില്ല. It was a snake which was taken with its own beauty. സ്വന്തം സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു പാമ്പായിരുന്നു അത്. കഥ ഇവിടെ തീരുകയാണ്.
ഈ കഥ നിങ്ങൾ ആസ്വദിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.